അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി. കാരണം ഒരു ഓൾ ഇന്ത്യ റാങ്ക്, ഒരു ബെറ്റർ റാങ്കും അതുപോലെ കേരള റാങ്കും ഒന്നൊക്കെ വാങ്ങിയ സഫ്ദർ പെട്ടെന്ന് ഈ CBI ജോബ്, കാരണം പല ആളുകൾക്കും ഒരു ഡ്രീം ജോബാണ് CBI. അപ്പം അങ്ങനെയുള്ളൊരു ജോബ് റിസൈൻ ചെയ്തിട്ട് പിന്നെ കോഴിക്കോട് വരുന്നു. ഞാനും ഓൾറെഡി ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് റിസൈൻ ചെയ്യുക, അപ്പോൾ എന്നെക്കാൾ വലിയ റിസ്ക്കാണ് സഫ്ദർ എടുത്തത്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, റിസൈൻ ചെയ്ത് നമുക്കറിയാം, ഒറ്റക്കൊന്നും ഒരാളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടി അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. നമുക്കറിയാം നല്ല ക്ലാസ്സുകൾ കൊടുക്കാൻ അറിയാം, എങ്ങനെ ക്ലാസ് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഇതിൽ കൂടെ ഒരാളില്ലാതെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളില്ലാതെ ഒരിക്കലും ഇത് മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് അന്നേ അറിയാം. കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കോളേജ് കഴിയുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവും. ആ കുറച്ച് ഗ്യാങ്ങിൽ പെട്ട ഒരാളാണ് നിഷാദ്. അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും നിഷാദിന്റെ അടുത്ത് ഒരു യെസ് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നോക്കാൻ ഞാനൊന്ന് വീട്ടിലോട്ട് സംസാരിക്കട്ടെ, കാരണം അങ്ങനെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്യുന്ന പോലെ അവനും ജോലി റിസൈൻ ചെയ്യാൻ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു സംസാരം അതിലൂടെ വരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ 2 ദിവസം അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാടാ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട്. അത് പണ്ട് കോളേജിന്റെ പരിപാടി, നമ്മൾ എന്തൊരു കാര്യം നിഷാദിനോട് പറഞ്ഞാലും അത് നോ എന്ന് പറയുന്ന ഒരു സ്വഭാവം നിഷാദില്ല. ഇനിയിപ്പോ നാളെ അമ്പിളി മാമനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാടാ എന്ന് പറയുന്ന ആ ഒരു മെൻസെറ്റുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഈ ഒരു പരിധി പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് പോയി നോക്കാം. അങ്ങനെയാണ് പിറ്റേ ദിവസം തന്നെ നമ്മൾ കോഴിക്കോട് ഇറങ്ങുന്ന, സ്ഥലം നോക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ നമുക്ക് എത്തിയെങ്കിലും തുടക്കത്തിൽ നിഷാദ് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചത് പോലും ഈ നിഷാദും, ഞാനന്ന് ഡൽഹിയിലാണ്, നിഷാദും അതിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ടെലികോളിങ് കാര്യങ്ങൾ നോക്കുന്നത്, കുട്ടികളുടെ കോൺടാക്ട് എടുക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നു, അവർ ഇവിടെ നിന്ന് എടുക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് വളരെയധികം ഒരു പില്ലറായിട്ട്, ഇപ്പോഴും ഒരു ബാക്ക് ബോൺ ആയിട്ട് പില്ലറായിട്ട് നിൽക്കുന്നത് നിഷാദ് തന്നെയാണ്.